അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഉണ്ട്. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, താങ്കളുടെ നേതൃത്വത്തിലടക്കം നിരവധി ഇടപെടലുകളും ശ്രമങ്ങളും ഒക്കെ നടത്തിയിരുന്നു. പലപ്പോഴും അത് വിജയത്തിലേക്ക് എന്ന സൂചനകൾ ലഭിക്കുകയും പിന്നീട് തടസ്സപ്പെടുകയും ഒക്കെ സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ വലിയ പ്രതീക്ഷയാണല്ലോ നൽകുന്നത്. പ്രത്യേകിച്ച് ഈ വധശിക്ഷ താൽക്കാലികമായെങ്കിലും മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം. ഇനി ഏത് തരത്തിൽ ആണ് അവിടുത്തെ അധികൃതരുമായി, MLA അധികൃതരുമായി ചർച്ചകൾ നടത്തുക? എങ്ങനെയാണ് ഇതിന്റെ മുന്നോട്ട് പോക്ക്? തീർച്ചയായും ഒരു ആശ്വാസകരമായ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും മർക്കസിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ അതേസമയം അനൌദ്യോഗികമായി ഇക്കാര്യങ്ങൾക്കകത്തുള്ള ഒരു തീരുമാനം എന്ന രീതിയിൽ വന്നിട്ടുമുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കൂടുതൽ സമയം ലഭിച്ചിരിക്കുകയാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനായാലും നിമിഷയുടെ കുടുംബത്തിനായാലും അതോടൊപ്പം തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, ഈ ദയാദാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു സമയം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ഈ സമയത്തെ ക്രിയാത്മകമായി ഉപയോഗിച്ചുകൊണ്ട് ഈ കുടുംബത്തെ, തലാൽ മുഹമ്മദിന്റെ കുടുംബത്തെ കൺവിൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു നല്ല ആത്മവിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഈ പ്രവർത്തനങ്ങളെ ആകെ നേതൃത്വം നൽകിക്കൊണ്ട് ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തിക പിന്തുണയുമായി കേരളത്തിലെ പ്രമുഖരായ ആളുകൾ ശ്രീ MA യൂസഫ് പോലെയുള്ളവരും അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ളവരൊക്കെ നേരത്തെ വലിയ തുക വാഗ്ദാനം ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ശ്രീ റഹീം ട്രസ്റ്റ് അവരും അവരുടെ സഹായം നൽകാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി ദയാദന ചർച്ചകളിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ, ശുഭപ്രതീക്ഷ തന്നെയാണ്. അവിടെ ഞാൻ ഇടപെട്ട് ചോദിക്കുന്നത് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, ഈ തുക അതായിരുന്നു യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധി. അപ്പോൾ ഒരു പണം കണ്ടെത്തി ഈ ദിയാദനം നൽകിയാൽ അവർ അംഗീകരിക്കും, അല്ലെങ്കിൽ ഈ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാമോ? തുക ഒരിക്കലും ഈ ദിയാദന ചർച്ചകൾക്ക് ഒരു തടസ്സമായിരുന്നിട്ടില്ല. കാരണം ഇന്നുവരെ തലാൽ മുഹമ്മദിന്റെ കുടുംബത്തെ ചർച്ചാ ടേബിളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, ഈ നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്, തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമൊക്കെയായാണ് തലാൽ മുഹമ്മദിന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ചർച്ചകളിലേക്ക് വരുന്നത്. അതിനുശേഷമാണ് അവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട MLA രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് മത നേതൃത്വത്തിന്റെയും ഒക്കെ ഇടപെടൽ ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള വിവിധ തലങ്ങളിലുള്ള സമ്മർദ്ദങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ നമുക്കൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം ഉണ്ടായിരിക്കുന്നത്. അത് ഒരു പൂർണ്ണമായ ആശ്വാസമാക്കാൻ. ശരി, അവിടെ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, ഇതിലിപ്പോൾ ഔദ്യോഗികമായി ഏതെങ്കിലും തരത്തിൽ ആക്ഷൻ കൗൺസിലിന് ഇതുമായി ബന്ധപ്പെട്ട് ഈ വധശിക്ഷ താൽക്കാലികമായെങ്കിലും മാറ്റിവെക്കുന്നു എന്നത് സംബന്ധിച്ച വിവരം ലഭിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭ്യമാകുന്നത് ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയ കേസാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുള്ള കേസാണ്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ സെൻസിറ്റീവായ ഒരു മനുഷ്യജീവനെ സംബന്ധിച്ചുള്ള ഒരു കേസാണ്. അപ്പോൾ അതിലൊക്കെ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടു കൂടി ആ കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് കരുതുന്ന ഒരു ആക്ഷൻ കൗൺസിലാണ് ഞങ്ങളുടെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. അതിന് കൃത്യമായി ഭരണകൂടത്തിന്റെയും ഒപ്പം ഈ ഇപ്പൊ കാന്തപുരത്തിനെ പോലെയുള്ളവരുടെ ഇടപെടലുകളൊക്കെ ഉണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കൊണ്ടാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. ശ്രീ കാന്തപുരം ഉൾപ്പെടെയുള്ള മർക്കസിന്റെ നേതാക്കന്മാർ ഇതിനകത്ത് ഇടപെടുകയും അവരുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം കൂടി നമുക്ക് ആ ഔദ്യോഗിക തലത്തിൽ തന്നെ ലഭ്യമായാൽ മാത്രമേ ഞങ്ങൾക്ക് ഔദ്യോഗികമായി അവർ ഞങ്ങളെ അറിയിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ സ്ഥിരീകരണത്തിന് വേണ്ടി അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരും ഈ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പോസിറ്റീവായ നീക്കങ്ങളുണ്ടോ? സ്വാഭാവികമായും ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് എല്ലാവരും AG ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ സുപ്രീം കോടതിയിൽ കേസ് വരുന്ന സമയത്തും പറഞ്ഞത് അതിനകത്ത് സർക്കാർ സാധ്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്ന് അറ്റോർണി ജനറൽ അറിയിച്ചിട്ടുണ്ട്. അത് നയതന്ത്ര തലത്തിലും നയതന്ത്ര തലത്തിലല്ലാതെയും നടത്തുന്നുണ്ടെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം പരിമിതികളും അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ കേന്ദ്ര സർക്കാർ. ആ പരിമിതികൾ ഉണ്ടെന്ന് പറയുന്ന സമയത്താണ് നമുക്ക് സമാന്തരമായ ഇടപെടലുകൾ നടത്തേണ്ടി വന്നത്. അപ്പോൾ ആ സമാന്തരമായ ഇടപെടലുകൾ ആര് നടത്തിയാലും ശരി, ഇപ്പോൾ ഈ കാര്യത്തിനകത്ത് ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ശുഭകരമായിട്ടുള്ള ഒരു സൂചനയിലേക്ക് കാര്യങ്ങൾ പോകും. അതാണ് നിമിഷപ്രിയയുടെ കുടുംബത്തോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രന്റെ വാക്കുകൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം News 18 തന്നെ നിമിഷപ്രിയയുടെ ഭർത്താവ് ഏറെ സങ്കടത്തോടു കൂടിയാണ് അദ്ദേഹം പ്രതികരിച്ചത്. പക്ഷേ ഈ സമവായ ചർച്ചകളിൽ അല്ലെങ്കിൽ ഇടപെടലുകളിൽ വലിയ പ്രതീക്ഷയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരു രാജ്യം ഒന്നടങ്കം ഒപ്പം നിൽക്കുന്നുണ്ട്. പക്ഷെ മറ്റൊരു രാജ്യത്ത് നടന്നിട്ടുള്ള കുറ്റകൃത്യമാണ്. ആ രാജ്യത്തിന് അവരുടേതായ നിയമ സംവിധാനങ്ങൾ ഉണ്ട്. ആ നിയമ സംവിധാനങ്ങളെ പരിമിതിയിൽ നിന്നുകൊണ്ട് മാത്രമേ ഇന്ത്യയെപ്പോലൊരു രാജ്യത്തിന് ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴും ഭരണകൂടവും മറ്റ് മതസാമുദായിക സംഘടനകളും ഒരു ജനതയും എല്ലാം ഒരുമിച്ച് തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടിയാണ് R. കിരൺ ബാബു നൽകിയത്.